ജോസഫ് സാർ, താങ്കൾ നേരത്തെ പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ അത് ഭാരതത്തിൻ്റെ ക്യാപ്പിലുള്ള ഒരു പൊൻതൂവലാണ് എന്ന് പറഞ്ഞു. പാകിസ്ഥാൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും? ഇപ്പോൾ തന്നെ പാകിസ്ഥാനകത്ത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആഭ്യന്തര സംഘർഷം നിലനിൽക്കുന്നുണ്ട് അല്ലേ? പട്ടിണിയിലാണ്, വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്. ഈ സിന്ധു നദീതട കരാർ അതെല്ലാം റദ്ദാക്കി അതിൻ്റെ തിക്തഫലങ്ങൾ പാകിസ്ഥാൻ ജനത അനുഭവിച്ച് കൊണ്ടിരിക്കുകയാണ്. ഇനി ഭാരതത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു അനുകമ്പ പാകിസ്ഥാന് ലഭിക്കും എന്ന് കരുതുന്നുണ്ട്. എന്തായാലും ഈ വെടിനിർത്തൽ കരാർ അതിലെന്തൊക്കെയാണ് ഉപാധികൾ, എന്തൊക്കെ ധാരണകൾ അതിലുണ്ട് എന്നൊക്കെ ഇനി നമ്മൾ കാത്തിരുന്ന് കാണണം. പക്ഷേ എങ്കിലും ഭാരതം ഒരിക്കൽ പോലും അങ്ങോട്ട് ചെന്ന് അറ്റാക്ക് ചെയ്തിട്ടില്ല. ഇവിടെ അക്രമം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഭാരതത്തെ ആക്രമിക്കുമ്പോൾ പ്രത്യാക്രമണം നടത്തുക മാത്രമാണ് ചെയ്തത്. ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മളത് കണ്ടതാണ്. പാകിസ്ഥാൻ ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക? ഭാരതവുമായിട്ടുള്ള ആ റിലേഷനിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? പാകിസ്ഥാൻ എന്തെങ്കിലും പാഠങ്ങൾ ഉൾക്കൊള്ളുമോ? ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് എല്ലാ അയൽ രാജ്യങ്ങളെയും കൂടെ നിർത്തണമെന്ന് ആഗ്രഹമുള്ള രാജ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം ഒരു പോളിസി പ്രഖ്യാപിച്ചു, നൈബർഹുഡ് ഫസ്റ്റ് പോളിസി. അയൽക്കാരാദ്യം. അയൽക്കാരെ നമ്മളോടൊപ്പം നിന്നാൽ മാത്രമേ നമ്മുടെ പ്രദേശം, നമ്മുടെ മേഖല ശക്തമാവുകയുള്ളൂ. ഈ സൗത്ത് ഏഷ്യ എന്ന് പറയുന്നത് ഒരേ സംസ്കാരം, ഏതാണ്ട് ഒരേ ഭാഷകൾ, ഒരേ ചരിത്രം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പൊതുവേ പങ്കിടുന്ന ഒരു മേഖലയാണ്. ആ മേഖല ഒരുമിച്ച് നിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം 2014 അധികാരം ഏറ്റെടുത്തപ്പോൾ ദക്ഷിണേഷ്യയിലെ എല്ലാ ഭരണാധികാരികളെയും, പ്രസിഡന്റുമാരെയും പ്രധാനമന്ത്രിമാരെയും വിളിച്ച് അവരെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ചുമതല ഏറ്റെടുത്തത്. അതിനെ തുടർന്ന് നമുക്കറിയാം പാകിസ്ഥാനുമായി മെച്ചപ്പെട്ട ബന്ധം സ്ഥാപിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം അന്ന് പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫിൻ്റെ വീട്ടിൽ ഒരു സമ്മേളനം കഴിഞ്ഞ് ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുകയും സന്ദർശിക്കുകയും സൗഹൃദം പുതുക്കുകയൊക്കെ ചെയ്തു. എന്ന് മാത്രമല്ല 2016 നമ്മൾ പാകിസ്ഥാൻ അങ്ങോട്ട് മോസ്റ്റ് ഫേവേർഡ് നേഷൻ കൊടുത്തു. അതായത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട രാജ്യം, അതായത് നമ്മുടെ വ്യാപാര കാര്യങ്ങളിൽ നമുക്ക് പ്രഥമ പരിഗണന രാജ്യം എന്നുള്ള പദവി കൊടുത്തു. എന്നാൽ ഇത് നമുക്ക് തിരിച്ചു നൽകിയത് എന്താണ്? നമുക്ക് തിരിച്ചു നൽകിയത് പത്താൻകോട്ട്, ഉറി, പിന്നെ അല്ലെങ്കിൽ പുൽവാമ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ അതിന് മുമ്പ് പാർലമെൻറ്റ് ആക്രമണം, അല്ലെങ്കിൽ മുംബൈ ആക്രമണം, ഈ മാതിരി, അതായത് നമ്മളെ എന്താണ് ഈ ബ്ലീഡ് വിത്ത് 1000 കട്ട്സ് എന്ന് പറയുന്ന കണക്ക് നമ്മളെ വേദനിപ്പിക്കുക, നമ്മളെ മുറിവേൽപ്പിക്കുക, നമ്മളെ രക്തച്ചൊരിച്ചിലുണ്ടാക്കുക എന്ന നയം മാത്രമാണ് അവർ നിരന്തരമായി പ്രയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആ നിരന്തരമായി പ്രയോഗിച്ചുകൊണ്ടിരുന്നതിൻ്റെ അവസാനത്തെ ഘട്ടത്തിലാണ് നമുക്കറിയാം 1971 യുദ്ധം നടന്നു, അതുപോലെ തന്നെ 1999 യുദ്ധം നടന്നു. ഈ യുദ്ധങ്ങൾ നടന്നപ്പോഴൊന്നും തന്നെ നമ്മൾ സിന്ധു നദീജല കരാർ റദ്ദാക്കാൻ തീരുമാനിച്ചില്ല. അപ്പോൾ അതായത് നമ്മൾ നടത്തിയത് എന്താ? 2016 ഒരു ആക്രമണം നടത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചു ആ സർജിക്കൽ സ്ട്രൈക്കോട് കൂടിയിട്ട് ഇനി വലുതായിട്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. 2019 വീണ്ടും നമുക്ക് അതിനേക്കാൾ വലിയ ദുരന്തം ഉണ്ടായി. നമ്മളപ്പോൾ ബാലക്കോട്ടിൽ അവരുടെ ഉള്ളിലേക്ക് കയറി വീണ്ടും ശക്തമായിട്ട് അടിച്ചു. ഇനി ഉണ്ടാവില്ല എന്ന് കരുതി. 2025 അതിനേക്കാൾ വലിയ ദുരന്തമാണ് നമുക്ക് സമ്മാനിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പാഠം, ഈ ആക്രമിക്കാൻ വരുന്നവരെ മാത്രമല്ല, ആക്രമിക്കാൻ പിന്തുണയ്ക്കുന്നവരെയും നമ്മൾ കൈകാര്യം ചെയ്യണം. എങ്ങനെ കൈകാര്യം ചെയ്യണം? അവരെവിടെ ഇരിക്കുന്നോ, അവിടെയാണ് പ്രശ്നം. അവരെവിടെ ഇരിക്കുന്നോ അവിടെ ചെന്ന് അവരെ അടിക്കണം എന്ന പാഠമാണ് നമ്മളിവിടെ കൊടുത്തത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, ഈ പാകിസ്ഥാൻ്റെ ഏത് മൂലയിൽ ഇരുന്നു കൊണ്ട് കാശ്മീരിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആരെയും, അത് പട്ടാള ഭരണാധികാരിയാണെങ്കിൽ പോലും, അത് അങ്ങനെയുള്ള ആരാണെങ്കിൽ പോലും, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ഇനി പാകിസ്ഥാനെതിരെ, ഇന്ത്യക്കെതിരെ ഒരു ഭീകരാക്രമണം നടത്തിയാൽ നമ്മളത് യുദ്ധമായി കരുതും എന്ന് പറഞ്ഞത് ഭയങ്കര വലിയ സന്ദേശമാണ്. എന്ന് പറഞ്ഞാൽ നമുക്കിനി മുൻപിൻ നോട്ടമില്ല, അതായത് വാണിംഗ് ഒന്നും ഇല്ലാതെ നമ്മൾ അവരെ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരും എന്ന സന്ദേശമാണ് അതിലൂടെ കൊടുത്തത്. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ നമുക്കറിയാം, ഈ സംഘടനത്തിലൂടെ എന്ത് സംഭവിച്ചത്? പാകിസ്ഥാൻ പൊളിറ്റിക്കലി വീക്കായി, കുറച്ചുകൂടെ വീക്കായി, മിലിറ്ററിലി വീക്കായി, ഇക്കണോമിക്കലി വീക്കായി. നേരത്തെ ഉണ്ടായിരുന്ന ദൗർബല്യങ്ങളൊക്കെ കൂടിയ മാത്രമല്ല, ഇത് വീണ്ടും ഈ ടെററിസത്തിൻ്റെ തലസ്ഥാനമായി മാറിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് ആഗോളതലത്തിൽ കഴിയുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ IMF ഉൾപ്പെടെ നമ്മൾ പറഞ്ഞത്, ഇവർക്ക് സാമ്പത്തിക സഹായം നൽകരുത്. ഈ സാമ്പത്തിക സഹായം അവർ ഉപയോഗിക്കുന്നത് മിക്കവാറും ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും എന്ന് മാത്രമല്ല, നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം,
അവിടുത്തെ ഈ ഇപ്പോൾ പറയുന്ന ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി, ഷഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രി ആയത് എങ്ങനെയാണ്? അസിം മുനീർ എന്ന് പറയുന്ന സേനാ നായകൻ്റെ താല്പര്യപ്രകാരമായത്. അസിം മുനീറുമായി ഇമ്രാൻഖാൻ ഉണ്ടായ അഭിപ്രായ വ്യത്യാസം തുടർന്നാണ് അസിം മുനീറിൻ്റെ നേതൃത്വത്തിൽ കള്ളക്കേസുകളിൽ കുടുക്കി ഇമ്രാൻഖാനെ ജയിലിലടച്ചു. ഇമ്രാൻഖാനെ ജയിലിലടച്ചത് മാത്രമല്ല, ജയിലിലടയ്ക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പിന്നെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കി. അങ്ങനെ പുറത്താക്കിയ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ എന്താ നമ്മൾ കണ്ടത്? ആ വാസ്തവത്തിൽ ഇപ്പോഴും പാകിസ്ഥാനിലെ ആകെയുള്ള ജനകീയ നേതാവ് എന്ന് പറഞ്ഞാൽ ഇമ്രാൻഖാൻ തന്നെയാണ്. ആ ഇമ്രാൻഖാനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചില്ല. ഇമ്രാൻഖാൻ്റെ പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ നിന്ന് നിരോധിച്ചു. ഇമ്രാൻഖാൻ്റെ പാർട്ടിയിലെ പ്രധാന നേതാക്കന്മാരെ ഒന്നും മത്സരിക്കാൻ സമ്മതിച്ചില്ല. എന്ന് മാത്രമല്ല, പിന്നെ സ്വതന്ത്രരായി മത്സരിച്ച ഇമ്രാൻഖാൻ്റെ പാർട്ടിയിലുള്ള ആളുകൾ, ജയിച്ച ആളുകളെ പോലും പരാജയപ്പെടുത്തിയിട്ടാണ് ഷഹബാസ് ഷെരീഫിൻ്റെയും ബിലാവൽ ഭൂട്ടോയുടെയും രണ്ട് പാർട്ടികളുടെ നേതാക്കന്മാരടങ്ങുന്ന ഒരു സഖ്യകക്ഷി മുന്നണി ഉണ്ടാക്കിയത്. അതിലൂടെ എന്താ സംഭവിച്ചത്? ഈ പാകിസ്ഥാൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ മന്ത്രിസഭയായി മാറി ഷഹബാസ് ഷെരീഫിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ. വളരെ വീക്കായിട്ടുള്ള മന്ത്രിസഭ. തീരുമാനങ്ങൾ എടുക്കുന്ന ആരാ? നമുക്കറിയാം, പാകിസ്ഥാനിലെ പിന്നെ പ്രതിരോധ നയം, പാകിസ്ഥാൻ്റെ വിദേശ നയം, പാകിസ്ഥാൻ്റെ ബജറ്റ് ഇത് തയ്യാറാക്കുന്നവരാണ്. ഇത് മൂന്നും തയ്യാറാക്കുന്നത്. അതായത് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും അടിത്തറയായിട്ടുള്ള നയങ്ങളെ നയിക്കുന്ന കാര്യങ്ങൾ മൂന്നും തീരുമാനിക്കുന്നത് പാകിസ്ഥാൻ സൈന്യമാണ്. റാവൽപിണ്ടിയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ തീരുമാനിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിനൊരു നയമുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നയമാണ് വികസിത് ഭാരത്. 2047 കൂടി ഏറ്റവും വലിയ വികസിത രാജ്യമായി ഭാരതം മാറണം. സൗദി അറേബ്യക്ക് ഒരു വിഷൻ 2020-30 ഉണ്ട്. ചൈനയ്ക്ക് ഒരു 2025 ഉണ്ട്, വിഷൻ 20. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മുന്നോട്ട് പോകണമെന്ന് കരുതുന്ന രാജ്യങ്ങൾക്കെല്ലാം അവർക്ക് അവരുടേതായ ഒരു വിഷനുണ്ട്. പാകിസ്ഥാൻ അങ്ങനെ ഒരു വിഷനുണ്ടോ? പാകിസ്ഥാൻ അങ്ങനെ ഒരു വിഷനില്ല. പാകിസ്ഥാൻ അങ്ങനെ ഒരു വിഷൻ ഇല്ലാത്ത എന്തുകൊണ്ടാണ്? പാകിസ്ഥാൻ സിവിലിയൻ ഗവൺമെൻറ്റിന് ആ രാജ്യത്തിൻ്റെ വികസനത്തിൽ യാതൊരു പങ്കുമില്ല. അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആരാ? സേന മാത്രമാണ്. അപ്പോൾ സേനയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന അജണ്ട മാത്രമാണ് ഇവിടെ ഉള്ളത്. സേന ഇപ്പോൾ ജനങ്ങളുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കുന്നു, പരാജയപ്പെട്ട് നിൽക്കുന്നു. സേനയ്ക്കെതിരായി അതുകൊണ്ട് ജനങ്ങൾ അതിശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ സേനയെ ഏതെങ്കിലും വിധത്തിൽ ജനങ്ങളെ ഏതെങ്കിലും വിധത്തിൽ സേനയുടെ പിന്നിൽ അണിനിരത്താൻ വേണ്ടി നടത്തിയ ഒരു രഹസ്യ അജണ്ടയാണ്, ഒരു നാണംകെട്ട അജണ്ടയാണ് പഹൽഗാമിൽ അദ്ദേഹം കാട്ടിക്കൂട്ടിയത്. അതിൻ്റെ ഫലമായി ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇപ്പോൾ നമുക്കറിയാം, ഈ യുദ്ധത്തിൽ പാകിസ്ഥാൻ അമ്പേ പരാജയപ്പെട്ടു. സാമ്പത്തികമായി വീണ്ടും ദുർബലമായി. ബലൂചിസ്ഥാനിൽ സംഘർഷം മൂർച്ഛിക്കുന്നു. ഖൈബർ പഖ്തൂൺഖ്വയിൽ സംഘർഷം മൂർച്ഛിക്കുന്നു. ഇമ്രാൻഖാൻ്റെ അനുയായികൾ അതിശക്തമായിട്ട് വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഫലമായി ഉണ്ടാകാൻ സാധ്യതയുള്ളത് മിക്കവാറും ഈ ഷഹബാസ് ഷെരീഫിൻ്റെ മന്ത്രിസഭ ഇതോടുകൂടി അതിൻ്റെ മുഴുവൻ ഗ്ലാമറും പോയല്ലോ. അത് പരാജയപ്പെട്ട് പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അസിം മുനീർ ഈ കാട്ടിക്കൂട്ടിയതെല്ലാം മറ്റൊരു സിയാഉൽ ഹക്കോ മറ്റൊരു പർവേസ് മുഷറഫോ ആയി 5, 10, 15 വർഷം പാകിസ്ഥാൻ അടക്കി ഭരിക്കുക എന്ന അജണ്ടയുമായിട്ടാണ് ഇത് തുടങ്ങിയത്. അസിം മുനീറിന് ഈ പദവി നഷ്ടപ്പെടാൻ കാരണം സേനയ്ക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ പറയുന്ന പോലെ അദ്ദേഹം എവിടെയാണ്, എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ ഈ തരത്തിൽ രാഷ്ട്രീയമായും നയതന്ത്രപരമായും സാമ്പത്തികമായും സൈനികമായും ഒക്കെ പരാജയപ്പെട്ട അല്ലെങ്കിൽ പരാജയപ്പെടുത്തുന്നതിന് നേതൃത്വം കൊടുത്ത അസിം മുനീറും ഈ ഷഹബാസ് ഷെരീഫും ഒക്കെയുള്ള ആളുകൾ പാകിസ്ഥാൻ ജനതയുടെ മുന്നിൽ വളരെ വലിയ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കും. ഇനി ഇതിൽ നിന്നും മുന്നോട്ട് പോകണമെങ്കിൽ ഈ സേനയ്ക്കെതിരായി ജനങ്ങളുടെ ഭാഗത്തു നിന്നും അതിശക്തമായ മുന്നേറ്റം ഉണ്ടായാൽ മാത്രമേ പാകിസ്ഥാൻ രക്ഷപ്പെടാൻ കഴിയൂ. പക്ഷേ എന്നാൽ പോലും ഇന്ത്യ കഴിയുന്നിടത്തോളം ഈ രാജ്യത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കും. ഈ രാജ്യത്തെ ഭീകര സംഘങ്ങളെ അമർച്ച ചെയ്യാൻ ശ്രമിക്കും. നമ്മളിതൊക്കെ സൈനികമായ ഈ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള വിജയം നമ്മൾ സ്ഥാപിച്ചെങ്കിലും നമ്മളിവിടെ എല്ലാവരും സൂചിപ്പിക്കുന്ന പോലെ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം. നമുക്ക് കാശ്മീരിൽ വീണ്ടും നമ്മുടെ വിനോദസഞ്ചാരികൾ പോവുകയും അവിടെ ആസ്വദിക്കാനായിട്ട് ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും കഴിയുകയും വേണം. അതിനുള്ള സുരക്ഷ ഉറപ്പാക്കണം. ഇപ്പോൾ നമ്മൾ വിജയം നേടിയെങ്കിലും ഇനിയും ഇപ്പോൾ അൽ ഖയ്ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് AQIS എന്ന് പറയുന്ന സംഘടന നമുക്ക് ഇന്ത്യക്കെതിരായി ഈ യുദ്ധം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാതിരിയുള്ള സംഘടനകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ആ സംഘടനകൾ പിന്നെ ആക്രമണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടത്താനായിട്ട് രംഗത്ത് വന്നാൽ അവരെ പ്രതിരോധിച്ചുകൊണ്ട് നമ്മുടെ മുഴുവൻ ജനങ്ങൾക്കും സംരക്ഷണം നൽകുന്ന തരത്തിൽ കാശ്മീർ ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെയായിട്ടുള്ള മറ്റ് ഏജൻസികളുമായിട്ടുള്ള ഒരു കോർഡിനേഷൻ മെച്ചപ്പെടുത്തിക്കൊണ്ട് സുരക്ഷ ഉറപ്പാക്കിയാൽ തീർച്ചയായിട്ടും പിന്നെന്താണ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ഇന്ത്യ ആസ് എൻ ഐഡിയ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ സങ്കല്പം മുന്നോട്ട് അതിശക്തമായിട്ട് പോകും. അതിനെ തടയാനായിട്ട് പാകിസ്ഥാനൊന്നും ഒരു കാരണവശാലും കഴിയില്ല. അതിനെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അത്രമാത്രം യൂണിറ്റി ഉണ്ട് നമ്മുടെ രാജ്യത്ത്, അത്രമാത്രം ആർജവമുണ്ട്, അത്രമാത്രം കാഴ്ചപ്പാടുണ്ട്, അങ്ങനെ ഒരു ഭരണ നേതൃത്വമുണ്ട്. അതുകൊണ്ട് രാജ്യം മുന്നോട്ട് പോകുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.